प्यारे दोस्तों, एक बार भी 10वीं कक्षा के हिंदी कक्षा की ओर आप सबका स्वागत। आज हमने हिंदी की 5वीं इकाई के बारे में चर्चा किया होगा। പ്രിയപ്പെട്ട മക്കളെ, എല്ലാവർക്കും 10ാം ക്ലാസ് ഹിന്ദിയിലെ അവസാന യൂണിറ്റിൻ്റെ ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ 5ാമത്തെ യൂണിറ്റിനെ കുറിച്ചാണ്. 5वीं इकाई में कुल 3 पाठ भाग है, लेकिन परीक्षा में आने वाले प्रश्न या परीक्षा केंद्रित 2 पाठ भाग है. इसमें आने वाले सबसे पहला पाठ का नाम है बच्चे काम पर जा रहे हैं. बच्चे काम पर जा रहे हैं, क्या है इसका मतलब? बच्चे माने क्या है? स्टूडेंट्स अल्ले, कुट्टिകൾ. बच्चे काम पर जा रहे हैं, कुट्टिകൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. क्या आप सुना है? हमारे इस केरल में इस प्रकार की एक पंक्तियां आप सुना है? कुट्टिകൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. सोचिए, ये कितना भयानक है. മക്കളെ, എത്രമാത്രം ഭീതിദമായ ഒരു സംഭവമാണ്. സ്കൂളിലേക്ക് പോവേണ്ട സമയത്ത് അതിരാവിലെ തൊഴിൽ ചെയ്യേണ്ട ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് ജോലിക്ക് പോകുക എന്നുള്ളത് ഏറ്റവും ഡേഞ്ചറസ് ആയ സംഭവമാണ്. രാജേഷ് ജോഷി, സമകാലിക ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ കവിയാണ് രാജേഷ് ജോഷി. അദ്ദേഹം എഴുതിയ ഒരു സമകാലിക കവിതയാണ് ബച്ചേ കാം പർ ജാ രഹേ ഹെ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. कवि इस कविता में किस समस्या की ओर इशारा किया है बच्चों? ഏത് സമകാലിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? क्या है? हाँ, बाल श्रम के बारे में चर्चा किया है. ചൈൽഡ് ലേബേഴ്സ്, ആ ബാലവേലയെ കുറിച്ചാണ് കവി ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാജേഷ് ജോഷി എഴുതിയ ബച്ചേ കാം പർ ജാ രഹേ ഹെ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. देखिए, यही एक समकालीन कविता है. हमारे भारत के कई हिस्से में छोटे छोटे बच्चे काम पर जा रहे हैं. कितने भयानक है ये. हम इसके बारे में चर्चा किया होगा. देखिए, बच्चे काम पर जा रहे हैं. इस पाठ भाग में परीक्षा में किस प्रकार की प्रश्न आएगी? बच्चे काम पर जा रहे हैं എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? देखिए, सबसे पहले ആസ്വാദൻ ടിപ്പണി लिखे. എല്ലാ കവിതയിൽ നിന്നും ചോദിക്കുന്നതാണ് ആസ്വാദന കുറിപ്പ് എഴുതാൻ, അല്ലേ? അതല്ലെങ്കിൽ ലേഖ് ലിഖീം, ലേഖനം എഴുതാൻ. ബാലശ്രം एक कानूनी अपराध है, इसके बारे में लेख लिखीം എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ബാലശ്രം के विरुद्ध एक पोस्टर तैयार करें എന്ന് ചോദിക്കാം. കവിതാംശ पर टिप्पणी लिखें എന്ന് ചോദിക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് പരീക്ഷാ കേന്ദ്രിതമായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാനുള്ളത്. നമുക്ക് राजेश जोशी ने लिखा हुआ बच्चे काम पर जा रहे हैं नामक पाठभाग की सारांश देखिए. राजेश जोशी हिंदी के महान साहित्यकार है. രാജേഷ് ജോഷി ഹിന്ദി സാഹിത്യത്തിലെ മഹാനായ സാഹിത്യകാരനാണ്. ये कविता बालश्रम के बारे में लिखा है. ഈ കവിത ബാലവേലയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. बच्चों को पढ़ने के और खेलने का अवसर निषेध है. കുട്ടികൾക്ക് കുട്ടികൾക്ക് എന്താണ് പഠനേക്ക और खेलने का,
പഠിക്കാനും കളിക്കാനുമുള്ള അവസരം നിഷേധിക്കുകയാണ്. ചോട്ടെ ചോട്ടെ ബച്ചോംനെ കൈ ദുഃഖാനോമേ, ചെറിയ ചെറിയ കുട്ടികളെ ഒരുപാട് കടകളിൽ, കച്ചവട സ്ഥാപനങ്ങളിൽ, ഓർ കാർഖാനോമേ അതല്ലെങ്കിൽ ഫാക്ടറികളിൽ കാം കർവാത്തെ ഹേ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. सारे रास्तों पर चलने वाले बच्चों के हाथों में या काम के लिए चलने वाले बच्चों के हाथों में, ജോലിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഹാത്തോമേ, കൈകളിൽ കിതാബോം യാ ഖിലൗനെ നഹി, പുസ്തകങ്ങളോ കളിപ്പാട്ടങ്ങളോ അല്ല, ബൽക്കി കാം കർണേ കെ ഹത്തിയാർ ഹെ, ജോലി ചെയ്യാനുള്ള ആയുധങ്ങളാണ് അവരുടെ കൈകളിലുള്ളത്. കളിച്ചുല്ലസിച്ച് പുസ്തകക്കെട്ടുകളുമായിട്ട് കൂട്ടുകാരോടുകൂടി കളിച്ചുല്ലസിച്ചേണ്ട നടക്കേണ്ട സമയത്ത് അവരുടെ കൈകളിൽ പണിയായുധങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഏ സബ് ദേഖിനെ മേ, ഇതെല്ലാം ദേഖിനെ സേ, കാണുമ്പോൾ ഹമേം ആശങ്ക ഹോത്തി ഹേ, ഹമേം ദുഃഖ ഹോത്തി ഹേ, നമുക്ക് സങ്കടമുണ്ടാകുന്നു. കി യഹാം കി സാരി കിതാബേം, എന്താ ഇവിടുത്തെ എല്ലാ പുസ്തകങ്ങളും ഒരു ഖിലൗനെ, കളിപ്പാട്ടങ്ങള്, മൈതാന്, ഗ്രൗണ്ടുകള്, ബഗീച്ചെ, പൂന്തോട്ടങ്ങള്, ഒരു ഘരോം കി ആംഗണ്, വീടിന്റെ മുറ്റങ്ങള്, പാഠശാലയും, ഇവിടുത്തെ വിദ്യാലയങ്ങള്, ആദി കോ ക്യാ ഹോ ഗയാ ഹേ, മുതലായവയ്ക്കൊക്കെ എന്ത് സംഭവിച്ചു? ബച്ചോം കാ യേഹ് ഹാൽ ദേഖ്കർ, കുട്ടികളുടെ ഈ അവസ്ഥ കണ്ടിട്ട് കവി ഭയഭീത് ഹോത്തെ ഹേ, കവി ആകെ ഭയപ്പെട്ടു പോകുന്നു. കവി ഇസ് കവിതാ മേ ബാലശ്രം കാ വർണ്ണന കിയാ ഹേ, കവി കവിതയിലൂടെ ബാലവേലയെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോ രാജേഷ് ജോഷിനെ ലിഖാ ഹുവാ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ സാരാംശമാണ് നമ്മളിവിടെ നോക്കിയത്. ഇനി ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കാം. देखिए बच्चे काम पर जा रहे हैं, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. यह एक कविता है, राजेश जोशी ने लिखा है. कविता देखिए, कोहरे से डंगी सड़क पर बच्चे काम पर जा रहे हैं, सुबह सुबह बच्चे काम पर जा रहे हैं. हमारे समय की सबसे भयानक पंक्ति है यह, भयानक है इससे विवरण की तरह लिखा जाना चाहिए इसे सवाल की तरह. काम पर क्यों जा रहे हैं बच्चे? देखिए बच्चों, कवि इस कविता में कहते हैं कोहरे से डंगी सड़क पर बच्चे काम पर जा रहे हैं. कोहरे माने क्या है? कोहरे ഐസ്, മഞ്ഞ് അല്ലേ? കോഹരെ സെ ഡെങ്കി, മഞ്ഞ് മൂടിയ, മൂടൽ മഞ്ഞുള്ള ദിവസങ്ങളിൽ സടക്ക് പർ, റോഡിലൂടെ, ബച്ചേ കാം പർ ജാ രഹേ ഹേ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതിരാവിലെ മഞ്ഞ് മൂടിയ റോഡിലൂടെ, മൂടൽ മഞ്ഞിനിടയിലൂടെ കുട്ടികൾ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാണ്? സുബഹ് സുബഹ്, അതിരാവിലെ. ഹമാരേ സമയക്ക്, എന്താ പറയുന്നത്? എപ്പോഴാ പോകുന്നത്? മഞ്ഞ് മൂടിയ റോഡിലൂടെ കുട്ടികൾ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിരാവിലെ. ബച്ചേ കാം പർ ജാ രഹേ ഹേ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഹമാരേ സമയക്ക് സബ്സെ ഭയാനക പങ്ക്തി ഹേ യഹ്, आज के जमाने में यह एक भयानक पंक्ति है. क्या है भयानक पंक्ति बच्चों? എന്താണ് മക്കളെ ഈ സമയത്തിലെ? കവി പറയുകയാണ് ഹമാരേ സമയക്ക്, ഹമാരേ സമയക്ക്, നമ്മുടെ സമയത്തിലെ, ഈ സമകാലിക സമയത്തിലെ സബ്സെ ഭയാനക പങ്ക്തി ഹേ യഹ്, ഏറ്റവും ഭീതിതമായ, പേടിപ്പെടുത്തുന്ന വരികളാണിത്. എന്താണ് ഭീതിപ്പെടുത്തുന്ന വരികൾ? ബച്ചേ കാം പർ ജാ രഹേ ഹേ, സുബഹ് സുബഹ് ബച്ചേ കാം പർ ജാ രഹേ ഹേ, അതിരാവിലെ കുട്ടികൾ ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കവി പറയുന്നു അതാണ് ഈ സമയത്തിലെ ഏറ്റവും ഭീതിതമായ വരികൾ. അതിനാൽ തന്നെ കവി कहते हैं कि भयानक है इसे विवरण की तरह लिखा जाना, ഏറ്റവും ഭയാനകമാണ്
ഇവയെ വിവരിക്കുന്നത് പോലെ എഴുതുക എന്നുള്ളത്. ഘോരം ഘോരമായ വാക്കുകളിലൂടെ നമുക്ക് ആസ്വാദക മനസ്സിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാം. എന്നാൽ തൂലികയിലൂടെ അത്ര പെട്ടെന്ന് ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് ഇതൊരു കവിതയാണ്. ആ കവിതയിലൂടെ കവി പറയുന്നു, ഭയാനക് ഹേ, ഏറ്റവും ഭീതീതമാണ്, ഇസേ വിവരൺ കി തറഹ്, ഇതിനെ വിവരിക്കുന്നത് പോലെ എഴുതുക എന്നുള്ളത്. ഇതൊരു കവിതയാക്കി എഴുതുക എന്നുള്ളത് വളരെ പ്രയാസം പിടിച്ച പരിപാടിയാണ്. ലിഖാ ജാനാ ചാഹിയേ, ഞാൻ എഴുതാൻ ആഗ്രഹിക്കുകയാണ്. ഇസേ സവാൽ കി തറഹ്, ഞാൻ ഒരുപാട് ക്വസ്റ്റ്യനെയറുകളായിട്ട്, കുറെ ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കുകയാണ്. എന്താണ് കവി? ഹമേം പുച്ഛ്താ ഹേ കി, ഹമേം കഹ്തേ ഹേ കി, ഹമേം സവാൽ പുച്ഛ്തേ ഹേ കി, നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്താണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കാം പർ ക്യോം ജാ രഹേ ഹേ ബച്ചേ, ക്യാ ഹേ ബച്ചോ? കാം പർ ക്യോം ജാ രഹേ ഹേ ബച്ചേ, കാം പർ ജോലിക്ക്, ക്യോം എന്തുകൊണ്ട്, ജാ രഹേ ഹേ പോയിക്കൊണ്ടിരിക്കുന്നു, ബച്ചേ കുട്ടികൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ കവി ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്, കാം പർ ക്യോം ജാ രഹേ ഹേ ബച്ചേ, ആ ജോലിക്ക് എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇനി അടുത്ത വരിയിലേക്ക് നോക്കിയേ. എന്നിട്ട് കവി ചോദിക്കുകയാണ്, കവി നമ്മളോട് ചോദിച്ചു, കാം കെ ലിയേ ക്യോം ജാ രഹേ ഹേ ബച്ചേ, ജോലിക്ക് വേണ്ടി എന്തിനാണ് ഈ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കവി എന്നിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. देखिए क्या अंतरिक्ष में गिर गई है सारी गेंदें, क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को, क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने, क्या किसी भूकंप में ढह गई है सारे मदरसों की इमारतें। कभी हमसे पूछते हैं कि क्या अंतरिक्ष में गिर गई है सारी गेंदें, എന്താ മക്കളെ, അന്തരീക്ഷത്തിൽ വീണുപോയോ സകലമാന പന്തുകളും? എന്താ ആ ചെറിയ ചെറിയ കുട്ടികൾ ജോലിക്ക് പോകുന്നത്? അവർക്ക് കളിക്കാൻ പന്തുകൾ കിട്ടാത്തത് കൊണ്ടാണോ? ക്യാ ദീമകോം നെ ഖാ ലിയാ ഹേ, അതോ ചിതലുകൾ തിന്നു തീർത്തോ? സാരി രംഗ് ബിരംഗി കിതാബോം കോ, അവരുടെ സ്കൂളിലെ കളർഫുള്ളായ ബുക്കുകളെല്ലാം ചിതല് തിന്നത് കൊണ്ടാണോ? അങ്ങനെ പഠിക്കാൻ ബുക്കില്ലാത്തത് കൊണ്ടാണോ ആ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ക്യാ കാലേ പഹാഡ് കെ നീച്ചേ, അതോ കറുത്തിരുണ്ട മൗണ്ടേനുകൾക്ക് താഴെ ദബ് ഗയേ ഹേ, അമർന്നു പോയോ സാരെ ഖിലൗനെ, എല്ലാ കളിപ്പാട്ടങ്ങളും അമർന്നു പോയോ? ക്യാ കിസി ഭൂകമ്പ് മേ ഡഹ് ഗയി ഹേ, അതല്ലെങ്കിൽ കവി പൂച്ഛ്തേ ഹേ കി, കവി ചോദിക്കുകയാണ്, എന്താ ഏതെങ്കിലും ഭൂകമ്പങ്ങളിൽ അമർന്നു പോയോ? സാരി മദ്രസും കി ഇമാരത്തേം, എല്ലാ സ്കൂളുകളുടെയും ബിൽഡിങ്ങുകള് ഭൂകമ്പങ്ങളിൽ തകർന്നു പോയോ? അതുകൊണ്ടാണോ ബच्चे काम पर जा रहे हैं? कभी हमसे पूछते हैं बच्चे क्यों जा रहे हैं काम के लिए? കവി നമ്മളോട് ചോദിക്കുകയാണ്, മക്കളെ എന്തിനാണ് ഈ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താ അന്തരീക്ഷത്തില് അവര് കളിക്കേണ്ട ബോളുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ? അതോ അവരുടെ കളർഫുള്ളായ വർണ്ണ മനോഹര പുസ്തകങ്ങള് ചിതലുകൾ തിന്നു തീർത്തത് കൊണ്ടാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും കറുത്തിരുണ്ട പർവ്വതങ്ങൾക്ക് താഴെ അവരുടെ കളിപ്പാട്ടങ്ങൾ അമർന്നു പോയത് കൊണ്ടാണോ? അതോ ഏതെങ്കിലും ഭൂകമ്പം കൊണ്ട് തകർന്നതാണോ അവരുടെ പഠിക്കേണ്ട സ്കൂളുകൾ? പഠിക്കാൻ സ്കൂളില്ലാത്തത് കൊണ്ടാണോ? കളിക്കാൻ ബോളോ കളിപ്പാട്ടങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണോ? അതോ അവർക്ക് പഠിക്കേണ്ട കിതാബുകൾ നഷ്ടപ്പെട്ടത് കൊണ്ടാണോ? കവി ചോദിക്കുന്നു. എന്നിട്ട് കവി ചോദിക്കുന്നു, क्या सारे मैदान, सारे बगीचे और गिरों के आंगन खत्म हो गए एकाएक, तो फिर बचा ही क्या है इस दुनिया में? कितना भयानक होता अगर ऐसा होता। भयानक है लेकिन इससे भी ज्यादा है कि है सारी चीजें हस्ब मामूल। कवि कहते हैं ക്യാ സാരേ മൈതാൻ, എന്താണ് എല്ലാ കുട്ടികളും അതിരാവിലെ മൂടൽമഞ്ഞിനിടയിലൂടെ ജോലിക്ക് പോകാനുള്ള കാരണം ഇതാണോ? ക്യാ സാരേ മൈതാൻ, എന്താ ആ എല്ലാ ഗ്രൗണ്ടുകളും, ഒരു സാരേ ബഗീച്ച്, എല്ലാ കളിസ്ഥലങ്ങളും, എല്ലാ പൂന്തോട്ടങ്ങളും, ബഗീച്ച് മന ഗാർഡൻസ്, എല്ലാ പൂന്തോട്ടങ്ങളും, ഒരു ഘരം കെ ആംഗണ്, അതല്ലെങ്കിൽ എല്ലാ വീടിന്റെ മുറ്റങ്ങളും, ഖത്തം ഹോ ഗയേ ഹേ ഏകാഏക്,
സമാപ്ത ഹോ ഗയി ഹേ കയക്, അസ്തമിച്ചു പോയോ, അവസാനിച്ചു പോയോ പെട്ടെന്ന്? എന്താ കളിക്കാനുള്ള ഗ്രൗണ്ടുകളും അതല്ലെങ്കിൽ എല്ലാ പൂന്തോട്ടങ്ങളും കളിക്കേണ്ട വീടിന്റെ മുറ്റങ്ങളുമെല്ലാം ഖത്തം ഹോ ഗയി ഹേ കയക്, അവസാനിച്ചു പോയോ? ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നെല്ലാം ഇല്ലാതെയായി പോയോ? तो फिर बच्चा ही क्या है इस दुनिया में? कभी हमसे पूछते हैं इस प्रकार है तो इस जगत में, इस दुनिया में इस प्रकार की व्यवस्थाएं नहीं है तो, किताबें नहीं है, मैदान नहीं है और बगीचे और घर नहीं है तो इस दुनिया में बच्चा ही क्या है? പിന്നെ ഈ ലോകത്തിൽ എന്താണ് ബാക്കിയുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാധാനിക്കാമായിരുന്നു. ഈ ലോകത്തിൽ ഒന്നുമില്ലല്ലോ. കളിപ്പാട്ടങ്ങളും ഭൂകമ്പങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് അവരെ മാത്രം ആ ബിൽഡിങ്ങിനകത്ത് അകപ്പെടുത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ सारी दुनिया के सभी लोगों को एक समान होता है इसकी मुसीबतें, लेकिन यहाँ क्या है, छोटे छोटे बच्चे काम पर जा रहे हैं सुबह, बहुत सुबह. പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ, ഒരു ഭൂകമ്പം വന്നിട്ട് പഠിക്കേണ്ട കെട്ടിടങ്ങൾ തകർന്നു വീണിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിരുന്നു. പക്ഷെ ഇവിടെ എല്ലാം അതുപോലെ ഉണ്ടല്ലോ. കവി ഫിർ ക്യാ കഹത്തെ ഹേ, देखिए कितना भयानक होता, എത്രമാത്രം ഭീതിതമായിരിക്കും. അഗർ ऐसा होता, ഒരു പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ, ऐसा होता, അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ എത്ര ഭയാനകമായിരിക്കും. എങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ? ഈ ലോകത്തിൽ കളിക്കാൻ കളിപ്പാട്ടമില്ലാത്തൊരവസ്ഥ വന്നാൽ, അതല്ലെങ്കിൽ പുസ്തകങ്ങളെല്ലാം ചിതലെത്തുന്നു തീർത്താൽ, മദ്രസ കെട്ടിടങ്ങൾ തകർന്നു വീണാൽ എന്ത് സംഭവിക്കുമായിരുന്നു? എത്ര ഭയാനകമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ. പക്ഷേ കവി കഹത്തെ ഹേ ഭയാനക് ഹേ, ലേക്കിൻ ഏറ്റവും ഭയാനകം എന്താണെന്നറിയുമോ? അതെല്ലാം ഇസ്സേ ബി ജ്യാദാ ഹേ, അതിനേക്കാൾ എത്രയോ ഭീതിതമാണ്. ഇത് എന്ത്? ബച്ചേ കാം പർ ജാ രഹേ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല സാരി ചീസേം ഹസ്ബ് മാമൂൽ, ഇവിടെ എല്ലാ വസ്തുക്കളും സാധാരണ പോലെയുണ്ട്. കളിക്കാൻ കളിപ്പാട്ടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, ഗ്രൗണ്ടുകൾ ഇവിടെ ഉണ്ട്, മദ്രസ കെട്ടിടങ്ങൾ ഇവിടെയുണ്ട്, സ്കൂളുകൾ ഇവിടെയുണ്ട്. എന്നിട്ടും കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാം സാധാരണയായി ഇവിടെ ഉണ്ടായിട്ട് പോലും കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഏറ്റവും ഭയാനകമായ വരികൾ. കവി കഹത്തെ ഹേ ഭയാനക് ഹേ, ലേക്കിൻ ഇസ്സേ ബി ജ്യാദാ യഹ്, അങ്ങനെ ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനേക്കാളും, ആ സംഭവിച്ചതിനേക്കാൾ ഭീതിതമാണിത്. സാരി ചീസേം ഹസ്ബ് മാമൂല്, ഇവിടെ എല്ലാ വസ്തുക്കളും എന്തുണ്ട്? വളരെ സാധാരണ പോലെ ഇവിടെയുണ്ട്. എല്ലാം ഹസ്ബ് മാമൂലായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് കവി ഫിർ अंतिम आखिरी पंक्तियों में पूछते हैं कि पर दुनिया की हजारों सड़कों से गुजरते हुए बच्चे, बहुत छोटे छोटे बच्चे काम पर जा रहे हैं. क्या है? पर दुनिया की हजारों सड़कों से गुजरते हुए, എന്നാലോ ലോകത്തിലെ ആയിരക്കണക്കിന് റോഡുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ബച്ചേ, ആര് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു? കുട്ടികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. छोटे छोटे बच्चे, ചെറിയ ചെറിയ കുട്ടികൾ. ബഹുത് छोटे छोटे बच्चे, വളരെ ചെറിയ ചെറിയ കുട്ടികൾ. കാം പർ ജാ രഹേ ഹേ, അവർ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. യഹി ഹേ ഇസ് സമയ കി സബ്സെ ഭയാനക പങ്ക്തി, ഇതാണ് ഈ സമയത്തിലെ ഏറ്റവും ഭീതിതമായ, പേടിപ്പെടുത്തുന്ന വരികൾ. പാറിപ്പറന്ന് കളിച്ചുല്ലസിച്ച് പുസ്തകത്താളുകളിൽ നിന്ന് അറിവ് നേടിയെടുക്കേണ്ട കുരുന്നുകൾ, ആയിരക്കണക്കിന് കുരുന്നുകൾ അതിരാവിലെ അച്ഛനമ്മമാരുടെ കൂടെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഠിക്കേണ്ട സമയത്ത് അതിനുള്ള അവസരം കിട്ടാതെ കളിക്കേണ്ട സമയത്ത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യഹ് ഹേ ഹമാരി ഭാരത് കി യാ ജഗത് കി സബ്സെ ഭയാനക പങ്ക്തി, ഇതാണ് ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വരികൾ. അപ്പോൾ ബച്ചേ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ വായിച്ചു നോക്കിയത്. രാജേഷ് ജോഷി ने लिखा हुआ एक छोटी सी कविता ही है. ഇനി നമുക്ക്
ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ പരിശോധിച്ച് നോക്കാം. ബച്ചെ കാം പർ ജാ രഹേ ഹേ നാമക് കവിതയ്ക്ക് ആസ്വാദൻ ടിപ്പണി തയ്യാർ കരെ. കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? सबसे पहले कवि और कविता का परिचय हो और कविता का विश्लेषण हो और उपसंहार हो, अपना मत है और एक उचित रूप से शीर्षक हो. അത്രയൊക്കെയാണ് കവിതയുടെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ വേണ്ടത്. അപ്പോൾ നമുക്ക് ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പ് ഒന്ന് നോക്കാം. हिंदी के महान कवि राजेश जोशी ने लिखा हुआ एक कविता है बच्चे काम पर जा रहे हैं. ഹിന്ദിയിലെ സമകാലിക കവിയായ രാജേഷ് ജോഷി എഴുതിയ കവിതയാണ് ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്നുള്ളത്. കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ബാലശ്രം കെ ബാരെ മേ ലിഖി ഗയി ഇസ് കവിത സെ, ബാലവേലയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഈ കവിതയിലൂടെ കവി നയി പീഡിക്ക് ഹാൽപ്പർ, പുതിയ ന്യൂ ജനറേഷന്റെ അവസ്ഥയെക്കുറിച്ച് അപ്നി ആശങ്ക പ്രകട കർത്തേ ഹെ, സ്വന്തം ആശങ്കകൾ ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നു. കോഹരെ സെ ഡങ്കി സടക് പർ ബച്ചെ ജാ രഹേ ഹെ. കവി കഹത്തെ ഹെ കോഹരെ സെ ഡങ്കി സടക് സെ, മഞ്ഞ മൂടിയ റോഡിലൂടെ ബച്ചെ കാം പർ ജാ രഹേ ഹേ, കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. യഹ് ഇസ് കാൽ കെ സബ്സെ ഭയാനക് ബാത്ത് ഹെ, ഇതാണ് ഈ സമയത്തിലെ ഏറ്റവും ഭയാനകമായ കാര്യം. യഹ് ബാത്ത് ഇസ് പ്രകാർ ലിഖ്ന ഉചിത് നഹി. കവി കഹത്തെ ഹേ, കവി പറയുന്നു ഇതിങ്ങനെ എഴുതുന്നത് ശരിയല്ല. സവാൽ കി തരഹ് ലിഖ്ന ഹേ, ചോദ്യങ്ങളെ പോലെയാണ് ഞാൻ ഇത് എഴുതുന്നത്. എന്താണ് ചോദ്യം? ബച്ചെ ക്യോം ജാ രഹേ ഹേ കാം കെ ലിയെ, യാ ബച്ചെ ക്യോം കാം പർ ജാ രഹേ ഹേ, കുട്ടികൾ എന്തിനാണ് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് ഇവിടെ ചോദ്യം തന്നത് അല്ലേ. ബച്ചെ ക്യോം കാം പർ ജാ രഹേ ഹേ, ബച്ചോം കോ ഖേൽനെ കെ ലിയെ ഗേന്ദ് ഹേ, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി പന്തുണ്ട്. അത് ജോ അന്തരീക്ഷമേ ഗിർഗയി ഹുയേക്ക, അതെന്താ അന്തരീക്ഷത്തിലേക്ക് വീണു പോയത് കൊണ്ടാണോ? ചോദ്യങ്ങളായിട്ട് ചോദിക്കുകയാണ് അല്ലേ. ബച്ചോം കോ പഠനെ കെ ലിയെ രംഗ് ബിരംഗി കിതാബേം, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി കളർഫുൾ ആയ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ജോ ധീമകേം ഖായി ഹേക്ക, എന്താ അത് ചിതലുകൾ തിന്നു തീർത്തത് കൊണ്ടാണോ? സാരി ഖിലൗനോം കോ ക്യാ ഹോ ഗയാ, കളിപ്പാട്ടങ്ങൾക്കൊക്കെ എന്താ സംഭവിച്ചത്? ക്യാ ഭൂകമ്പ് മേ ദബ് ഗയി ഹേ സാരേ മദ്രസോം കി ഇമാരത്തേ, എന്താ ഏതെങ്കിലും ഭൂകമ്പത്തിൽ തകർന്നു പോയത് കൊണ്ടാണോ എല്ലാ സ്കൂൾ കെട്ടിടങ്ങളും? അതല്ലെങ്കിൽ യഹാം കെ ബഗീച്ചെ और घर के आंगन और मैदान, ए सभी को क्या हो गया, ഇതിനൊക്കെ എന്താ സംഭവിച്ചത്? बच्चों के लिए सारी बातें यही है, कवि कहते हैं बच्चों के लिए, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. फिर भी बच्चे काम पर जा रहे हैं, എന്നിട്ടും കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു പാരഗ്രാഫിലായിട്ട് എഴുതുന്നു. बच्चे काम पर जा रहे हैं नामक कविता अत्यंत सरल शैली से लिखा है. इस कविता में आधुनिक समय के बच्चों की हालत की ओर संकेत किया है. ഈ കവിതയിൽ ആധുനിക സമയ के बच्चों की हालत की ओर संकेत किया है, സമകാലിക ലോകത്തിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കവിത ആജ് ഭി പ്രാസംഗിക ഹെ, ഈ കവിത ഇന്നും വളരെ പ്രാസംഗികമാണ്, സമകാലികമാണ്. അപ്പോൾ രാജേഷ് ജോഷി എഴുതിയ
ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ് നമ്മൾ നോക്കിയത്, പഠിച്ചത് അല്ലേ. ഇനി പരീക്ഷാ കേന്ദ്രിതമായിട്ട് വരുന്നതാണ് ബാലശ്രം കെ വിരുദ്ധ് എക് പോസ്റ്റർ തയ്യാർ കരി. ബാലവേലയ്ക്കെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ അല്ലേ. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്, ആജ് കാ ബച്ച ഭവിഷ്യക്ക് സമ്പത്തി ഹെ. ഇന്നത്തെ മക്കള് നാളത്തേക്കുള്ള മുതൽക്കൂട്ടാണ്. ബാലശ്രം രോക്കേം बच्चे को बचाए. ബാലശ്രം രോക്കേം ബച്ചം കോ ബച്ചായെ. ബാലവേല തടയുക, കുട്ടികളെ രക്ഷപ്പെടുത്തുക. ബാലക് ഹമാരി ഭവിഷ്യ ഹെ. കുട്ടികൾ നമ്മുടെ ഭാവിയാണ്. ബാലശ്രം കെ വിരുദ്ധ കാനൂനി ബനാന ചാഹിയെ. ബാലവേലയ്ക്കെതിരെ ഒരു നിയമം കൊണ്ടുവരണം. അപ്പോൾ ഒരു 3-4 കോട്ടുകൾ എഴുതി വെച്ചു. ഇനി അതേ ക്വസ്റ്റ്യൻ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. എങ്ങനെയായിരിക്കും? ബാലശ്രം ആപ്കെ സ്കൂൾ में बालश्रम के विरुद्ध एक संगोष्ठी होने वाली है, इसके लिए പോസ്റ്റർ തയ്യാർ करें. നിങ്ങളുടെ സ്കൂളിൽ ഒരു സെമിനാർ നടത്തുകയാണ് ബാലവേലയ്ക്കെതിരെ. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാം. സംഗോഷ്ഠി ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു ഡേറ്റ് വേണം, എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അപ്പോൾ നേരത്തെ എഴുതിയതുപോലെ എന്തെന്നെ എഴുതി വെച്ചു, ആജ് കാ ബച്ച ഭവിഷ്യക്ക് സമ്പത്തി ഹെ. എന്നിട്ട് സംഗോഷ്ഠി സെമിനാർ എന്ന് എഴുതി വെച്ചു അല്ലേ. ഇനി ഹെഡിങ് കൊടുക്കാം, ബാലശ്രം രോക്കേം, അതാണ് വിഷയം. ഇനി സൈഡിൽ കൊടുക്കാം എന്താണ്, നമുക്ക് ഒരു ഡേറ്റ് കൊടുക്കാം അല്ലേ. എത്രയാ? 2020 ഡിസംബർ 25, 2020 ഡിസംബർ 25 അല്ലേ. ഇനി എപ്പോഴാണ്? സബേരെ 10 ബജെ, മോർണിംഗിൽ 10 മണിക്ക്. എവിടെയാണ്? സ്കൂൾ സഭാഗ്രഹമേ, സ്കൂള് സഭാ ഓഡിറ്റോറിയത്തിൽ. എന്നിട്ടോ സർക്കാരി ഹൈസ്കൂൾ. എപ്പോഴും ഇത്തരം പോസ്റ്ററുകളൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ പഠിക്കുന്ന സ്കൂളിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവിടെ എഴുതി വെക്കരുത്, സൂചിപ്പിക്കുന്ന രീതിയിൽ എഴുതരുത്. അപ്പോൾ ഒരു സർക്കാരി സ്കൂൾ എന്ന് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ പാല എന്നോ കോട്ടയം എന്നോ കോമൺ ആയിട്ടുള്ള ഒരു സ്ഥലം എഴുതി വെക്കാം. എന്നിട്ട് താഴെ ഓൾ വെൽക്കം, സബ്കാ സ്വാഗത്. അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞു. ബച്ചെ കാം പർ ജാ രഹേ ഹേ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ये पाठ यहाँ समाप्ति हुई है. फिर भी मुलाकात होने तक मेरी ओर से सबका धन्यवाद.